ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നൊരു മീൻ റെസിപ്പി കൂടെ. ആദ്യം ഒരു 3 മീൻ അയില ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഉപ്പ്, മുളക്, മഞ്ഞളിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ പിന്നെ മുള്ളൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെയ്യുക. മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഉലുവ, കടുക്, ജീരകം 3 കൂടി അതേ പാത്രത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. സ്റ്റോക്ക് ആദ്യം ഇതാക്കിയ അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിൻ്റെ സ്റ്റോക്ക് വെള്ളം മാറ്റി വെക്കണം കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് കടുക്, ഉലുവ, ജീരകം ഇട്ട് അത് മൂത്ത് വരുമ്പോൾ വേപ്പിലിടുക. വേപ്പില ഒന്നിങ്ങനെ ലെവലായി വരുമ്പോൾ അതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ 2-3 ആവശ്യത്തിന് മതി കേട്ടോ. ഒരു 5 വെളുത്തുള്ളി, 5 അല്ലി ചെറുള്ളി, 2-3 പച്ചമുളക് ഇട്ട് അത് വഴറ്റി അത് മൂത്ത് വരുമ്പോൾ അതിലോട്ട് സവാള ഇടുക. ഒരു 3 സവാള കേട്ടോ. ഞാൻ 3 മീനാണ് എടുത്തിട്ടുള്ളത്. 3 സവാള ഇട്ട് അതിന്ന് ലെവലായി വരുമ്പോൾ കളറ് മാറി ബ്രൗൺ കളറായി മാറി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ മീൻ വേവിച്ചപ്പോൾ. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അവനവൻ്റെ എരിവിനാവശ്യത്തിനുണ്ട് കേട്ടോ. എനിക്ക് എരിവ് കുറച്ച് മതി. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ഇടുക. അതൊന്ന് ലെവലായി ഒന്നിങ്ങനെ വഴണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച മീൻ, മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ മീൻ ഒന്ന് ചെറുതാക്കി ഒന്ന് പറ്റൊന്ന് പൊടിക്കുക. പൊടി മോഡലാക്കുക. കൈ കൊണ്ട് പൊടിച്ചാൽ മതി, മിക്സിയിലൊന്നും ഇടണ്ട. ആകുമ്പോൾ ഏതാണ്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളെ സ്റ്റോക്ക് ആദ്യം ഇത് മീൻ വേവിച്ചെടുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ മസാല ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ലേശം കുരുമുളക് പൊടി. ശരിക്കും ഇളക്കിയെടുക്കുക. കുറച്ച് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇടുക. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.